വെൽക്കം ടു ഫിനിസ് ടെക്നോസ്. ഇന്നത്തെ ക്ലാസ്സിൽ PSC ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ മാത്തമാറ്റിക്സ് സിലബസ് ആയ ലീനിയർ ഓൾജിബ്രയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ലീനിയർ ഓൾജിബ്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ പോർഷൻ ആണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഇന്ന് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഒരു പർട്ടിക്കുലർ മെട്രിക്സ് തന്നിട്ട് ആ മെട്രിക്സിന്റെ റാങ്ക് എന്താണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കുന്നത് നോർമലി ഏത് ഫോം യൂസ് ചെയ്തിട്ടാണ്? റോ എക്ലിയൻ ഫോം യൂസ് ചെയ്തിട്ടായിരിക്കും. തന്നിരിക്കുന്ന മെട്രിക്സിനെ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യും? റോ എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്യും. റോ എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ്സിന് താഴെ ഫുൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ ആ റോ എക്ലിയൻ ഫോമിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ റോ ആയിരിക്കും എന്ത്? ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് ഈ പർട്ടിക്കുലർ ഫോർമാറ്റിലാണ്. ഫസ്റ്റ് റോ ഫുൾ എന്താണ്? 1 ആണ്. ഫസ്റ്റ് കോളവും എന്താണ്? 1 ആണ്. ആ 1 കഴിഞ്ഞാല് റിമൈനിങ് മൈനർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ അകത്ത് ഫോം ചെയ്യുന്ന സ്മോളർ മെട്രിക്സിന് പറയുന്ന പേരാണെന്ത്? മൈനർ മെട്രിക്സ്. ആ മൈനർ മെട്രിക്സിൽ വീണ്ടും ഫസ്റ്റ് റോ എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. ആ മൈനർ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. എഗെയിൻ ഇൻസൈഡ് മെട്രിക്സിൽ 3 ആയിട്ട് മാറി. എഗെയിൻ 5 ആയിട്ട് മാറി. എഗെയിൻ എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. എഗെയിൻ 5 ആയിട്ട് മാറി. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇതൊരു 5x5 സ്ക്വയർ മെട്രിക്സ് ആണ്. 5x5 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു സിമ്പിൾ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്ക്, ഒരു മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണെങ്കിൽ നമുക്കറിയാം എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എലിമെന്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്യുമ്പം ആ 1 യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ 1 താഴെയുള്ള എലമെന്റ്സിനെ ഫുൾ എന്താക്കും? 0 ആക്കും. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് എലമെന്റ് 1 ആണ്. ദെർഫോർ ആ 1 യൂസ് ചെയ്തിട്ട് അതിന് താഴെ വന്നിരിക്കുന്ന എലമെന്റ്സിനെ എന്താക്കാം? 0 ആക്കാം. എങ്ങനെ നമുക്ക് 0 ആക്കാം? R2 ഇംപ്ലൈസ് ന്യൂ R2 ഇംപ്ലൈസ് R2 നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യാം? R1 സബ്ട്രാക്ട് ചെയ്യാം. സിമിലർലി ന്യൂ R3 ഈക്വൽ ടു R3 മൈനസ് R1 എടുക്കുന്നു. സിമിലർലി R4 ഇംപ്ലൈസ് R4 മൈനസ് R1 എടുക്കുന്നു. സിമിലർലി R5 ഇംപ്ലൈസ് ന്യൂ ഫിഫ്ത് റോ ഈക്വൽ ടു ഫിഫ്ത് റോ മൈനസ് ഫസ്റ്റ് റോ. ദെർഫോർ ഇപ്പോഴത്തെ ഈ മെട്രിക്സ് എന്തായിട്ട് മാറും? ദെർഫോർ കറസ്പോണ്ടിങ് മെട്രിക്സ് ഈക്വൽ ടു ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല, അത് 1 1 1 1 തന്നാണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആയിട്ട് മാറും. 2 മൈനസ് 1 ഇവിടെ നോക്ക്, ഇവിടെ സെക്കൻഡ് റോയിൽ 2 ആണ്. ദെർഫോർ 2 മൈനസ് 1 1 ആയിട്ട് മാറും. അഗെയിൻ 2 മൈനസ് 1 1 ആയിട്ട് മാറും. ഓൾ ദ എലമെന്റ്സ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. തേർഡ് റോയില് വീണ്ടും 1 മൈനസ് 1 ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. സെക്കൻഡ് എലമെന്റ് 2 മൈനസ് 1 1 ആയിട്ട് മാറും. 3 മൈനസ് 1 2 ആയിട്ട് മാറും. അഗെയിൻ 3 മൈനസ് 1 2 ആയിട്ട് മാറും. 3 മൈനസ് 1 അഗെയിൻ 2 ആയിട്ട് മാറും. ഫോർത്ത് റോയിൽ വീണ്ടും 0 കിട്ടും. 2 മൈനസ് 1 1 കിട്ടും. 3 മൈനസ് 1 2 കിട്ടും. 4 മൈനസ് 1 എന്ത് കിട്ടും? 3 കിട്ടും. 4 മൈനസ് 1 അഗെയിൻ 3 കിട്ടും. ഫിഫ്ത് റോ ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. 2 മൈനസ് 1 1 ആയിരിക്കും. 3 മൈനസ് 1 2 ആയിരിക്കും. 4 മൈനസ് 1 3 ആയിരിക്കും. 5 മൈനസ് 1 എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ഏത് ഫോമിലല്ല? റോ ഇക്ലിയൻ ഫോമിലല്ല. ദെർഫോർ ഇവിടെ 0 ആണെങ്കിൽ, സെക്കൻഡ് റോയിൽ 0 ആണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ 0 ആണെങ്കിൽ ഇവിടുത്തെ ഈ 1 യൂസ് ചെയ്തിട്ട് അതിന് താഴെയുള്ള എലമെന്റ്സിനെ വീണ്ടും എന്താക്കാം? 0 ആക്കാം. ദെർഫോർ എനിക്ക് വീണ്ടും എന്ത് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം? ന്യൂ R3 ഈക്വൽ ടു R3 മൈനസ് R2. സിമിലർലി R4 ഇംപ്ലൈസ് ന്യൂ R4 ഇംപ്ലൈസ് R4 മൈനസ് R2 എടുക്കുന്നു. R3 മൈനസ് R2 ആണ് ഫസ്റ്റ്. നെക്സ്റ്റ് എന്താണ്?
ന്യൂ ആർ ഫൈവ് ഇംപ്ലൈസ് R5 മൈനസ് R2 കൊടുക്കുന്നു. ദെർഫോർ ദ ന്യൂ മെട്രിക്സ് എന്തായിട്ട് മാറും? ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല, 1 1 1 1 തന്നെയാണ്. സെക്കൻഡ് റോ എന്തായിട്ട് മാറും? സെക്കൻഡ് റോയിൽ ഓൾറെഡി വന്നിരിക്കുന്നത് 1 1 1 1 എന്നാണ്. ഓൾറെഡി വന്നിരിക്കുന്നത് എന്താണ്? 1 1 1 1 എന്നാണ്. ദെർഫോർ ആ 1 യൂസ് ചെയ്തിട്ട് തേർഡ് റോയിൽ നിന്ന് സെക്കൻഡ് റോ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 2 1 ആയിട്ട് മാറും. അഗെയിൻ 2 1 ആയിട്ട് മാറും. ലാസ്റ്റ് 2 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സിമിലർലി R4 നിന്ന് R2 സബ്ട്രാക്ട് ചെയ്താൽ എന്തായിട്ട് മാറും? ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് എലമെന്റ് 1 ആയിട്ട് മാറും. നെക്സ്റ്റ് എലമെന്റ് 2 ആയിട്ട് മാറും. നെക്സ്റ്റ് എലമെന്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. R5 നിന്ന് R2 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് എലമെന്റ് 1 ആയിരിക്കും. നെക്സ്റ്റ് എലമെന്റ് 3 മൈനസ് 1 2 ആയിരിക്കും. ലാസ്റ്റ് എലമെന്റ് 4 മൈനസ് 1 3 ആയിരിക്കും. ഇത്രയും ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഇവിടെ നോക്ക്, ഇവിടെയും ഈ ലാസ്റ്റ് 3 റോസിലുള്ള നമ്പർ ഓഫ് സീറോസ് എന്താണ്? ഈക്വൽ ആണ്. ദെർഫോർ ഇത് ഏത് ഫോമിലല്ല? റോ ഇക്ലിയൻ ഫോമിലല്ല. ദെർഫോർ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ റൈറ്റിലോട്ട് എഴുതാം. നെക്സ്റ്റ് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ ന്യൂ R4 ഇംപ്ലൈസ് R4 മൈനസ് R3 എടുക്കുന്നു. R3 എവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു? R4 നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. സിമിലർലി ന്യൂ R5 ഇംപ്ലൈസ് R5 മൈനസ് R3 എടുക്കുന്നു. ദെർഫോർ ഈ കറസ്പോണ്ടിങ് മെട്രിക്സ് എങ്ങനെ മാറും? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 1 1 1 1 തന്നെ ആയിരിക്കും. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 1 1 1 1 ആയിരിക്കും. തേർഡ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, എന്തായിരിക്കും? 1 1 1 ആയിരിക്കും. ഫോർത്ത് റോ എന്തായിട്ട് മാറും? 0 0. 1 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 2 മൈനസ് എബോയിലുള്ള എലമെന്റ് എന്താണ്? 1 ആണ്. ദെർഫോർ അത് രണ്ടും 1 1 ആയിട്ട് മാറും. ലാസ്റ്റ് റോ എന്തായിട്ട് മാറും? 0 0 0. ഫസ്റ്റ് എലമെന്റ് 1 മൈനസ് 1 0 ആയിട്ട് മാറും. സോറി, ലാസ്റ്റ് എലമെന്റ് 1 മൈനസ് 1 0 ആയിട്ട് മാറും. 2 മൈനസ് 2 എന്തായിട്ട് മാറും? 2 മൈനസ് 2 0 ആയിട്ട് മാറും. നെക്സ്റ്റ് 3 മൈനസ് 2 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നോക്ക്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏത് ഫോമിലാണ്? ഡയഗണൽ എലമെന്റ് നോക്കിയാൽ അതിന്റെ താഴെ ഫുൾ എന്താണ്? 0 ആണ്. നമ്പർ ഓഫ് സീറോസ് ഇൻ ദ ഫിഫ്ത്ത് റോ ആണ് കൂടുതൽ. R5 നോക്കിയാൽ R5 നമ്പർ ഓഫ് സീറോസ് എന്താണ്? R4 കൂടുതലാണ്. സിമിലർലി അത് R3 കൂടുതലാണ്. R3 രണ്ട് നമ്പർ ഓഫ് സീറോസ് എന്താണ്? R2 നമ്പർ ഓഫ് സീറോസിനേക്കാളും കൂടുതലാണ്. ദെർഫോർ ഇത് ഏത് ഫോമിലായിരിക്കും? റോ ഇക്ലിയൻ ഫോമിലായിരിക്കും. റോ ഇക്ലിയൻ ഫോമിലാണെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇവിടെ നോക്ക്, ഈ കൺവേർഷനില് നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കിയാൽ എല്ലാ റോസിലും അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലമെന്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏത് മെട്രിക്സ് ആണ്? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എടുത്താൽ ആ മെട്രിക്സിന്റെ റാങ്ക് എന്തായിരിക്കും? നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സിന്റെ ഡയഗണൽ ആയിരിക്കും. ഇവിടെ ഡയഗണൽ നോക്കിയാൽ 5 നോൺ സീറോ വൺസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ടോട്ടൽ മെട്രിക്സ് നോക്കിയാൽ 5 നോൺ സീറോ റോസ് ഉണ്ട്. ദെർഫോർ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും? റാങ്ക് ഓഫ് A = 5 ആയിരിക്കും ആൻസർ. ദെർഫോർ ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ടൈം കളയേണ്ട കാര്യമില്ല. ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തിരിക്കുക, അതിന്റെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് തന്നെ ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇവിടെ 4 വൺസും സിമിലർലി എന്താണ്? ഇത്ര എലമെന്റ്സ് തന്നാലും അതെന്തായിരിക്കും? ഒരു 4 റാങ്കുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. അതിന്റെ റാങ്ക് എന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. തിരിച്ച് ഇത്രയും എലമെന്റ് തന്നാൽ അതിന്റെ റാങ്ക് എന്തായിരിക്കും? അതിന്റെ റാങ്ക് 3 ആയിരിക്കും. അന്നേരം ഇൻ ജനറൽ ഈ പർട്ടിക്കുലർ ഫോർമാറ്റ് ഓർത്തിരിക്കുക. ഈ പർട്ടിക്കുലർ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ തന്നാല് ആ മെട്രിക്സിന്റെ ഓർഡർ തന്നെ ആയിരിക്കും അതിന്റെ റാങ്ക് ഓഫ് ദ മെട്രിക്സ്.